വാഴ്ത്തിടുന്നിതാ വാഴ്ത്തിടുന്നിതാ ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ 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 ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ യാതിയില്ല പാടിടും യേശുനാമത്തിൽ രോഗമില്ല പാടിടും ദിവ്യനാമത്തിൽ യാതിയില്ല പാടിടും യേശുനാമത്തിൽ രോഗമില്ല പാടിടും ദിവ്യനാമത്തിൽ അസാധ്യമല്ല സാധ്യമേ യേശുനാമത്തിൽ ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ അസാധ്യമല്ല സാധ്യമേ യേശുനാമത്തിൽ ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ 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 ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ 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 ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ അടുത്തിടുന്നിതാ ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ വന്നിടും പ്രിയകാന്തനേ ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ 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 ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ 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 ഹല്ലേലൂയ പാടി അങ്ങ് വാഴ്ത്തിടുന്നിതാ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് എബ്രഹാം തിരുവേനി, അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുവേനി, അഭിവന്ദ്യ ഡോക്ടർ എം കെ കോശി തിരുവേനി, സഭാ സെക്രട്ടറി അച്ഛന് റവറൻഡ് എബ്രഹാം ജോർജ് അച്ഛൻ, സഭാ ട്രഷറർ സജി മാത്യു അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകന്മാർ, സേവനി കൊച്ചവന്മാർ, സഭാവിശ്വാസികളെ, ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന വിൽസൺ ജോർജ് അച്ഛൻ, പാട്ടുകൾ പാടി നമ്മെ സഹായിച്ച എൻ്റെ സഹോദരൻ തോമസ് കുട്ടിയും കുടുംബവും, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. 365 ദിവസത്തെ പ്രാർത്ഥനാ ശൃംഖലയിൽ ഇന്ന് നടക്കുന്ന ഈ വചന ഘോഷണത്തിന് അവസരം തന്ന സഭാ നേതൃത്വത്തോടും പ്രത്യേകിച്ച് അതിനെന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറി റവറൻഡ് എബ്രഹാം ജോർജ് അച്ഛനോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും വായിച്ചു കൊള്ളട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ. അത് നിമിത്തം ഞാനും നിങ്ങൾ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാര ശക്തിയാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 2 Corinthians chapter 4 verses 7 to 10. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങളുടെ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ച് പോകുന്നില്ല. നമുക്കൊരു വാക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. അഗ്നിമേഘ
തൂണുകള അടിയാനെ നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കാടാശിക്കുകേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അങ്ങയുടെ ഹിതം പോലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇന്നുവരെയും ഞങ്ങളെ നടത്തുന്ന ദൈവമായ കർത്താവേ, അഗ്നി മേഘത്തൂണുകളാല് പകല് മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തില് അങ്ങയുടെ ജനത്തെ നടത്തിയവനായ യഹോവയായ ദൈവം ഇന്നും ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുക സ്തുതിക്കുന്നു. പ്രതികൂലങ്ങൾ അനവധി ഉണ്ടെങ്കിലും അനുകൂലമായി അനവധിയായ ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ സ്തോത്രം കർത്താവേ. തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഈ തിരുവചനം ഏത് ആത്മാവിൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഹൃദയങ്ങളെ ഒരുക്കണമേ. അടിയങ്ങൾ അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്, വചനവും അങ്ങയുടേതാണ്. അടിയങ്ങളോട് സംസാരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്താവിഷയം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വാക്യങ്ങളില് പൗലോസിന്റെ 4 പ്രാർത്ഥനകളാണ്. Now from Ephesians chapter 1, 15-21, I would like to share about the 4 prayers of Apostle Paul which are familiar to us. 2 കൊരിന്ത്യർ 4:7 മുതൽ 10 വരെ ഒരു പ്രാർത്ഥനാ വീരന്റെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, 4 faith declarations of a prayerful man. ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ 4 വിശ്വാസ പ്രഖ്യാപനങ്ങൾ കൂടെ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൗലോസിന്റെ 4 പ്രാർത്ഥനകൾ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, that they might know God, that we might know God's calling, that we might know God's riches, that we might know God's power. അവർ ദൈവത്തെ അറിയണം, ദൈവത്തിന്റെ വിളിയെ അറിയണം, ഞങ്ങൾ ദൈവത്തിന്റെ ധനം അറിയണം, ഞങ്ങൾ ദൈവത്തിന്റെ ശക്തിയെ അറിയണം. 1494 in 1494 and also in 1536, between 1494 and 1536, 1494 മുതൽ 1536 വരെ ഇംഗ്ലണ്ടില് ജനിച്ച് ജീവിച്ച് മരണം വരിച്ച രക്തസാക്ഷിയാണ് വില്യം ടിൻഡെയിൽ. അദ്ദേഹം ജീവിച്ചത് വെറും 42 വർഷം മാത്രം. ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുന്നു എന്നുള്ളതല്ല, ജീവിച്ചുകൊണ്ട് നാം എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം എന്ത് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ളതാണ്. വേദപുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതിന് കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുകയും തുടർന്ന് മരത്തിൽ കെട്ടിയിട്ട് തീ വെച്ച് ഇല്ലാതാക്കപ്പെട്ട വിശ്വാസ വീരനാണ്, ധീരനാണ് രക്തസാക്ഷിയായി മരിച്ച വില്യം ടിൻഡെയിൽ. തന്നെ കൊലപ്പെടുത്തുന്നതിന് മുൻപ്, തന്റെ രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് മുൻപ് താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആൻഡ് വൺ ഓഫ് ദി ഷോർട്ടസ്റ്റ് പ്രേയേഴ്സ് ഓഫ് എ മാർട്ടിയർ, ഒരു രക്തസാക്ഷിയുടെ ഒരു ചെറിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരു സെന്റൻസിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ലോർഡ് ഓപ്പൺ ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്സ് ഐസ്. മലയാളത്തിൽ ഞാൻ പറയാം, ദൈവമേ ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ കണ്ണ് തുറക്കണമേ. വളരെ ചെറുതായിട്ടുള്ള ഒരു പ്രാർത്ഥന. ഇന്ന് പ്രാർത്ഥനകളുടെ നീളങ്ങളും വീതികളും വണ്ണങ്ങളും ഭാഷകളും കൃതികളും ഗ്രാമങ്ങളും ഒക്കെ കൂടുമ്പോ ഒരു ദൈവഭക്തൻ തന്റെ മരണത്തിന് മുമ്പ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണ് തുറക്കണമേ. ആ പ്രാർത്ഥന, ഹൃദയം തകർന്ന പ്രാർത്ഥന, ഒരു രക്തസാക്ഷിയുടെ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന ഒരു വാക്കുപോലും മുറിയാതെ സ്വർഗത്തിന്റെ കവാടം തുറന്ന് സ്വർഗസ്ഥനായ പിതാവിന്റെ കർണങ്ങളിലെത്തി. സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയ്ക്കൊരു തടസ്സവും വരാതെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയത് ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി ചേർത്തിട്ടുണ്ട്. വില്യം ടിൻഡെയില് തന്റെ മരണത്തിന് 4 വർഷം കഴിഞ്ഞ് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി 8 ഇംഗ്ലീഷ് വേദപുസ്തകത്തിന്റെ പരിഭാഷ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ ആജ്ഞ പുറപ്പെടുവിച്ചു. അങ്ങനെ ഒരു കണ്ണീരിൽ കുതിഞ്ഞ കഥ യാഥാർത്ഥ്യമായി. 4 വർഷത്തെ കാലതാമസം ഉണ്ടായെങ്കിലും
കർത്താവ് തന്റെ സമയത്ത് എല്ലാം മനോഹരമാക്കുന്നതുപോലെ വില്യം ടെൻഡലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി 4 വർഷം കഴിഞ്ഞ് ഇംഗ്ലണ്ടില് വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തി. 42 വർഷം മാത്രമുണ്ടായിരുന്നെങ്കിലും 42 വാക്ക് പോലും നീളമില്ലാത്ത ഒരു കൊച്ചു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇതായിരുന്നു: ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. ഓപ്പൺ ദി ഐസ് ഓഫ് ദ കിങ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഓപ്പൺ അവർ ഐസ് ഓ ലോർഡ്. ഇന്ന് ഈ കോവിഡിന്റെ കാലത്ത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തില് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ദൈവമേ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടി തുറക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് ഞങ്ങളുടെ ഹൃദയദൃഷ്ടി തുറക്കണമേ. ഏകദേശം 1900 വർഷങ്ങൾക്ക് മുൻപ് പൗലോസ് എന്ന അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിച്ച ഒരു ഷോർട്ടസ്റ്റ് പ്രേയറാണ്: ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയും പ്രകാശിപ്പിക്കണമേ. ടിൻഡലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വില്യം ടിൻഡലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവമേ, ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. ഈ കോവിഡ് കാലത്ത് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായിരിക്കട്ടെ: കർത്താവേ, ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. അത് ഏത് കണ്ണാണ്? മനുഷ്യന്റെ കേന്ദ്രഹിതമാണ്, കേന്ദ്രബിന്ദുവാണ് അവന്റെ ഹൃദയം. ഹൃദയത്തിന് ഒരു കണ്ണുണ്ട്, കണ്ണിന് ഒരു ഹൃദയമുണ്ട്. പക്ഷെ ചിലർക്ക് ഹൃദയമുണ്ട്, കണ്ണില്ല; ചിലർക്ക് കണ്ണുണ്ട്, ഹൃദയമില്ല. എന്നാൽ പൗലോസ് പറഞ്ഞത്, ഇത് രണ്ടും പ്രകാശിക്കുമ്പോൾ ഒരു പ്രാർത്ഥന വരുന്നുണ്ട്: ഞങ്ങളുടെ കണ്ണ് തുറക്കണം. എന്തിനു വേണ്ടി തുറക്കണം? വർഷങ്ങൾക്ക് മുൻപ് പൗലോസ് അപ്പോസ്തലന്റെ ഈ പ്രാർത്ഥന എവിടെ വെച്ചായിരുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഏലിശായുടെ കാലത്ത് ആരാം രാജാവിന്റെ സൈന്യം ദോഥാനിൽ ഏലിശ താമസിക്കുന്ന പട്ടണത്തെ വളഞ്ഞു. ആരാം രാജാവിന്റെ സൈന്യത്തെ ഏലിശായുടെ ബാല്യക്കാരൻ ഏലിശായുടെ ബാല്യക്കാരൻ ഏലിശായോട് പറഞ്ഞു: അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിന് ഏലിശ മറുപടി പറഞ്ഞു: പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ ഏലിശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് കേൾക്കേണ്ടത്. യഹോവയോട് ഏലിശ എപ്രകാരം പ്രാർത്ഥിച്ചു: യഹോവേ, ഇവൻ കാണേണ്ടതിന് ഇവന്റെ കണ്ണ് തുറക്കണമേ. ഇവൻ കാണേണ്ടതിന് ഇവന്റെ കണ്ണ് തുറക്കണമേ. യഹോവ അവൻ കാണത്തക്കവണ്ണം അവന്റെ കണ്ണ് തുറന്നു. ബാല്യക്കാരൻ ഒരു സമയത്ത് ആരാം രാജാവിന്റെ രഥങ്ങളെ കണ്ടപ്പോൾ, എന്നാൽ ഇപ്പോൾ ഏലിശായുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. അവൻ കണ്ടത് അഗ്നിമയ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന ഒരു ദർശനമാണ്. ഏലിശ വീണ്ടും പ്രാർത്ഥിച്ചു: ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണം, ഇവരുടെ കണ്ണടപ്പിക്കണമെന്നും ഏലിശ പ്രാർത്ഥിച്ചു. ഏലിശ പ്രാർത്ഥിച്ചപ്പോൾ അവർ അന്ധരായി തീർന്നു, അവരുടെ കണ്ണ് അടഞ്ഞു. ഏലിശ വീണ്ടും പ്രാർത്ഥിച്ചു: ഇവരുടെ കണ്ണ് തുറക്കണമേ. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ബർത്തിമായി എന്ന കുരുടൻ 2020 വർഷങ്ങൾക്ക് മുൻപ്, ഹല്ലേലൂയ, കർത്താവിനെ കണ്ടിട്ട് പറഞ്ഞു: എന്റെ കണ്ണ് ഒന്ന് തുറക്കണമേ യേശുവേ. യേശു അവന്റെ കണ്ണ് തുറന്നു. അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ടത് മറ്റാരെയുമല്ല, ലോകത്തിലെ മറ്റാരെയുമല്ല. അവൻ കണ്ടത് തന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഇന്ന് രാത്രികാലം മഹാമാരിയാലും പേമാരിയാലും ഭാരപ്പെടുന്ന ക്രൈസ്തവ സമൂഹമേ, ഏലിശായുടെ പ്രാർത്ഥന, പൗലോസിന്റെ പ്രാർത്ഥന, ബർത്തിമായുടെ പ്രാർത്ഥന, വില്യം ടിൻഡലിന്റെ പ്രാർത്ഥന ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു: ഞങ്ങളുടെ ഹൃദയ കണ്ണുകള് തുറക്കണമേ കർത്താവേ. ഈ നാളുകളില് കോവിഡാല് ഭാരപ്പെടുന്ന നമ്മളോട് ദൈവത്തിന് പറയാനുണ്ട്: നമ്മുടെ കണ്ണ് തുറന്ന് ചില കാലങ്ങള് നമ്മൾ കാരണം. പൗലോസ് പ്രാർത്ഥിച്ചു: കർത്താവേ, ഞങ്ങളുടെ ഹൃദയ കണ്ണ് തുറക്കണമേ. ഓപ്പൺ അവർ ഐസ് ഓ ലോർഡ്. എന്ത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കണ്ണ് തുറക്കേണ്ടതെന്ന് പൗലോസ് തന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. പൗലോസ് പ്രാർത്ഥിച്ചത് എവിടെ വെച്ചാണെന്നുള്ള ഒരു സാഹചര്യം കൂടെ പറഞ്ഞ് ഞാൻ പൗലോസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കട്ടെ. പൗലോസ് ഒരു ലോക്ക്ഡൌണിലായിരുന്നു. നമ്മളൊക്കെ ലോക്ക്ഡൌണിലാണല്ലേ? നമ്മുടെ ലോക്ക്ഡൌണും അപ്പോസ്തലനായ പൗലോസിന്റെ ലോക്ക്ഡൌണും വ്യത്യസ്തമായിരുന്നു. ഹി വാസ് ലിറ്ററലി ലോക്ക്ഡൌൺ. അപ്പോസ്തലനായ പൗലോസിനെ ഭംഗിയായിട്ട് കയ്യും കാലും കെട്ടി യാമത്തിലിട്ടിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ലോക്ക്ഡൌൺ ആണെങ്കിലും അരി വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പച്ചക്കറി മേടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത്യാവശ്യമെങ്കിൽ പാസ് ലഭിക്കും, യാത്ര ചെയ്യാം. എന്നാല് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലോക്ക്ഡൌൺ അനുഭവിച്ച ദൈവഭക്തനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് കിടന്നത് കാരാഗ്രഹത്തിലായിരുന്നു. പൗലോസ് കിടന്നത് വീട്ടുതടങ്കിലായിരുന്നു.
നിങ്ങളെ ചരിത്രം പഠിക്കുന്ന അവസരത്തില് പൗലോസിന്റെ കാരാഗൃഹവാസവും പൗലോസിന്റെ വീട്ടുതടങ്കലും കൂട്ടിലാണെങ്കിൽ ഏകദേശം 5 വർഷം താൻ കയ്യാമത്തിൽ കാലുകൾ കെട്ടപ്പെട്ടവനായി പട്ടാളക്കാരുടെ ഇടയിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ ഒരു നിമിഷം പോലും സൂര്യൻ ഉദിക്കുന്നത് കാണാതെ വിഷമിച്ചു കിടന്ന അപ്പോസ്തലനായ പൗലോസ് തന്റെ ലോക്ക്ഡൌൺ ഇന്ന് നമ്മുടെ ലോക്ക്ഡൌണുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വളരെ വ്യത്യസ്തമാണെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ കൈയും കാലും കെട്ടിയിട്ടില്ല, പട്ടാളക്കാരൻ അപ്പുറത്തും ഇപ്പുറത്തുമില്ല. നമുക്ക് സൂര്യപ്രകാശം കാണാൻ അവകാശമുണ്ട്. 2-3 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ കോവിഡ് വന്നാൽ ഇറങ്ങിയിരുന്ന് സൂര്യനെ കാണാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്ക് ഉള്ളപ്പോൾ സൂര്യനെ കാണാതെ വർഷങ്ങളോളം കാരാഗ്രഹത്തിൽ കിടന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന 2.5 വർഷം തടവിൽ, 2.5 വർഷം വീട്ടുതടങ്കിൽ. ഇറ്റ് വാസ് എ ലിറ്ററൽ ലോക്ക്ഡൌൺ. ഒരു പക്ഷേ നമ്മൾ ഒരാഴ്ചത്തെ ലോക്ക്ഡൌണിലും 12 ദിവസത്തെ കോവിഡ് ക്വാറന്റൈനിലായിരിക്കുമ്പോൾ നമ്മൾ പറയും, ദൈവമില്ല, അവൻ എവിടെ പോയി? ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ദൈവം എന്തിനാണ് ഇങ്ങനെ ശോധന വരുത്തുന്നത്? ലോകം അവസാനിക്കാനായിട്ട് പോകുമായിരിക്കും. ഞാൻ ആകപ്പാടെ നിരാശനായി, എനിക്കൊരു ആശയുമില്ല, പ്രത്യാശയുമില്ല. ഞാൻ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് പിശാചു പല ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് തള്ളി കയറ്റുമ്പോൾ വിശ്വാസ സമൂഹമേ, ലോക്ക്ഡൌണിൽ കിടന്ന ഒരു ഭക്തൻ എന്തു ചെയ്തു? ഒന്ന്, അവൻ പാടി സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം പറ. 5 വർഷം ലോക്ക്ഡൌണിൽ കിടന്ന ഒരു മനുഷ്യൻ ദൈവത്തെ പാടി പാടി സ്തുതിച്ചു. കോവിഡിന്റെ അനുഭവങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്നവനാണ് ദൈവത്തിന്റെ പൈതല്. 2, അവൻ സുവിശേഷം പറഞ്ഞു. He preached the gospel and he sang praises to God and he sang praises of hymns. പാട്ടുകൾ, സ്തുതികൾ പാടി ആ കാരാഗ്രഹത്തിലെ ലോക്ക്ഡൌണിൽ പൗലോസ് അപ്പോസ്തലന് സുവിശേഷം പങ്കുവെച്ചു. 3, അവൻ ലേഖനങ്ങൾ എഴുതി. അതിനെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ ലേഖനങ്ങൾ? എഫെസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം. ഈ 4 ലേഖനങ്ങളും ലോക്ക്ഡൌണിൽ എഴുതിയാണ്. നമ്മൾ ആരെങ്കിലും ഇത്രയും കോവിഡ് സഹിച്ചിട്ട് ഒരു പാട്ടിന്റെ വരിയെങ്കിലും എഴുതാൻ പറ്റിയോ? പോട്ടെ, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഈ 4 ലേഖനമെങ്കിലും വായിച്ചു തീർക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ ധന്യരാ, പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. 4-മതായിട്ട് പൗലോസ്, 1, അവൻ പാടി സ്തുതിച്ചു. 2, അവൻ സുവിശേഷം പങ്കുവെച്ചു. 3, അവൻ ദൈവത്തോ ലേഖനങ്ങൾ എഴുതി. 4, പ്രാർത്ഥിച്ചു. 4 ലേഖനങ്ങളിൽ 4 പ്രാർത്ഥനയുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന എഫേസ്യർ 1:15-21 വരെ. രണ്ടാമത്തെ പ്രാർത്ഥന എഫേസ്യർ 3:14 മുതൽ 21 വരെ. മൂന്നാമത്തെ പ്രാർത്ഥന ഫിലിപ്പിയർ 1:9 മുതൽ 11 വരെ. നാലാമത്തെ പ്രാർത്ഥന കൊലോസ്യർ 1:9 മുതൽ 12 വരെ. ലോക ചരിത്രത്തിൽ ലോക്ക്ഡൌണിൽ കിടന്ന് ഒരു പ്രാർത്ഥന എഴുതി അത് റെക്കോർഡ് ചെയ്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് അപ്പോസ്തലനായ പൗലോസ് ആണ്. അപ്പുറത്തെ പട്ടാളക്കാരനോ ഇപ്പുറത്തെ പട്ടാളക്കാരനെയോ കയ്യിലെ വിലങ്ങുകളോ കാലിലെ വിലങ്ങുകളോ വാണികളോ തന്റെ മുറിയിൽ ലൈറ്റ് ഇല്ലെന്നോ പേന ഇല്ലെന്നോ പേപ്പർ ഇല്ലെന്നോ പറഞ്ഞു പരാതിപ്പെടാതെ സ്വർഗീയ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി കുമ്പിട്ടു വീണ് നമസ്കരിച്ച് അവനോട് പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ ലോക്ക്ഡൌണിലെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും മാതൃകയാ. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? റോമ മുടിഞ്ഞു പോണം, റോമാചക്രവർത്തി ഇല്ലാതാകണം, ഹെരോദാവ് മരിക്കണം, അല്ല പട്ടാളക്കാരൻ ചാകണം. ഇന്നൊരു ഭൂകമ്പം വന്നവരങ്ങ് നശിച്ചു പോയാൽ മതിയായിരുന്നു, ഇല്ലാതായാൽ മതിയായിരുന്നു. എന്റെ കാലിൽ ഈ ചങ്ങലയിട്ടവൻ നശിച്ചു പോകട്ടെ, അവൻ ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കട്ടെ, അവൻ ഇല്ലാതാകട്ടെ എന്നൊന്നും പ്രാർത്ഥിച്ചില്ല. He never looked down around him. We look down to the heaven where his help comes from. ഞാൻ എന്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവങ്കിൽ നിന്ന് വരുന്നു. എന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ എന്റെ വലപാലകനായി കൂടെ ഇരിക്കുന്നു പറഞ്ഞ് സ്വർഗ്ഗത്തിലേക്ക് കണ്ണുയർത്തി നോക്കിയ പൗലോസിന്റെ പ്രാർത്ഥന ഈ ലോക്ക്ഡൌണിലും ഈ മഹാമാരിയിലും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആ വിശ്വാസമുള്ളവര് കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കാതിരിക്കരുത് പ്രിയമുള്ളവരെ. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തായിരുന്നു? ആ പ്രാർത്ഥന തന്റെ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തായിരുന്നു? 2, ഒരു ഭൗതിക നന്മകൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പൗലോസ് എന്താ ഈ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? ഒരു കാറ്, ഒരു 2 നില വീട്, ഒരു 3 ഏക്കർ സ്ഥലം, പിന്നെ ഒരു 50 ലക്ഷം രൂപ ബാങ്ക് ഡെപ്പോസിറ്റ്, എല്ലാരെയെല്ലാം കെട്ടിക്കണം. പൗലോസിന്റെ പ്രാർത്ഥന അതൊന്നുമല്ല. എന്താണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്തതെന്ന്
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം തമ്പുരാന് ദൈവത്തിന്റെ വായന തന്ന മറുപടി, അപ്പോസ്തലനായ പൗലോസ് പഠിച്ചത് കർത്താവിന്റെ വചനങ്ങളാണ്. കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷയിൽ തന്റെ സർമൺ ഓൺ ദ മൗണ്ട്, തന്റെ പർവ്വത പ്രസംഗത്തിൽ ഒരിക്കൽ ഇപ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്: മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് തരാം. അത് പൗലോസിന്റെ ഹൃദയങ്ങളിൽ നിറഞ്ഞുന്ന ദൈവവചനമായതുകൊണ്ട് തനിക്കറിയാം, കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവന് ഒരു കുറവും വരികയില്ല. അത് പാട്ടുകാരന്റെ ഭാഷയിൽ ഒരു ആത്മീയ അനുഗ്രഹങ്ങളോടൊപ്പം ഒരു നാണയത്തിന്റെ മറുപുറം എന്ന പോലെ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സമൃദ്ധിയായിട്ട് പോറ്റുന്ന ഏലിയാവിന്റെ ദൈവം, ഏലിശായുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, മോശയുടെ ദൈവം, ദാവീദിന്റെ ദൈവം, ശലോമോന്റെ ദൈവം, ഇയ്യോബിന്റെ ദൈവം തന്നെ പുലർത്തുമെന്നും തന്നെ കരുതുമെന്നും പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. അത് പിന്നീട് പാട്ടുകാരൻ തന്റെ ഭാഷയിൽ എഴുതി: ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അടുക്കൽ വരും, അപ്പവും ഇറച്ചിയുവ കരത്തിൽ തരും, ജീവ ഉറവയിൻ തോടനിക്ക് ദാഹം തീർത്തിടും, എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ബാക്കിയെല്ലാം അതിന്റെ പിന്നാലെ വരും. സമർത്ഥിക്കണോ? ഞാൻ സമർത്ഥി തരാം. ശലോമോന് തന്റെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. എന്തായിരുന്നു ആത്മീയ അനുഗ്രഹം? കർത്താവേ, എനിക്ക് ജ്ഞാനം തരണം, എനിക്ക് 2 കോടി രൂപ തരണം എന്ന് പ്രാർത്ഥിച്ചില്ല. ശലോമോന്റെ ചോദിച്ചത് ആത്മീയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആത്മീയ അനുഗ്രഹത്തോടൊപ്പം വേദവസ്തുവിൽ ഇരിക്കുന്നത് അവന് ധാരാളം ജ്ഞാനവും, അർത്ഥം എന്താ? അവന് ധാരാളം സമ്പത്തും ലഭിച്ചു. നമ്മുടെ പ്രാർത്ഥന എല്ലാം നേരെ തിരിച്ച. നമ്മൾ ധാരാളം സമ്പത്ത് കിട്ടും, പക്ഷെ നമുക്ക് ധാരാളം ജ്ഞാനം ലഭിക്കാറില്ല. അതുകൊണ്ട് നാം പൗലോസിനെ പോലെ പാടി സ്തുതിക്കുന്നുണ്ടോ? പൗലോസിനെ പോലെ പ്രാർത്ഥിക്കുന്നുണ്ടോ? പൗലോസിനെ പോലെ ദൈവവചനം പഠിക്കുന്നുണ്ടോ? പൗലോസിനെ പോലെ എഴുതുന്നുണ്ടോ? ഈ കോവിഡ് കാലത്ത് നാം ഒരു പ്രാർത്ഥനയുടെ ലിങ്കെങ്കിലും ഒരു അക്രൈസ്തവൻ അയച്ചു കൊടുത്ത നിരാശയുടെ കുഴിയിൽ നിന്നും അവനെ കയറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നാം ധന്യരായി തീർന്നു. നമുക്ക് കിട്ടുന്ന ലിങ്ക് നമുക്ക് വേണ്ടി തന്നെ വെച്ച് നാം തന്നെ കേട്ട് ഒരു ചെവിയിൽ കൂടെ മറ്റേ ചെവി കൂടി ഇറങ്ങി പോകുമ്പോ ഓർക്കുക, പൗലോസിന്റെ സുവിശേഷം അതല്ലായിരുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന, that they might know God, അവർ ദൈവത്തെ അറിയണം. ഇതാണ് പൗലോസിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന. ഞങ്ങൾ ദൈവത്തെ അറിയണം, അവര് ദൈവത്തെ അറിയണം. ഈ കോവിഡ് കാലത്ത് കോവിഡ് മാറണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. എനിക്കും കോവിഡ് വന്നതാണ്, ഞാൻ പ്രാർത്ഥിച്ചതാണ്, എനിക്ക് ദൈവം സൗഖ്യം നൽകിയതാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ദേശം ഇവിടെയല്ല, അക്കരയാണ് നമ്മുടെ ശാശ്വത നാട്. അവിടെ നമുക്ക് ഒരുക്കുന്ന ഭവനമുണ്ട്. ആ ഭവനത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അക്കരയ്ക്ക് വേണ്ടി ഒരുങ്ങാത്ത എല്ലാ പ്രാർത്ഥനകളും നിഷ്ഫലമായ പ്രാർത്ഥനകളാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അർത്ഥവത്തില്ലാത്ത പ്രാർത്ഥനകളാണ്. നിരീശ്വരവാദം പറയുന്നു ദൈവമില്ല എന്ന്, അവിശ്വാസി പറയുന്നു ദൈവമുണ്ട് എന്ന്. എന്നാൽ പൗലോസ് പറയുന്നു ദൈവമുണ്ട്, അവനെ അറിയുക സാധ്യമാണ്. അവനെ അറിയുന്നത് അവന്റെ പുത്രനായ യേശുവിനെ അറിയുന്നതാണ്. അവന്റെ പുത്രനായ യേശുവിനെ, അവനെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ അവന്റെ മടിയിലിരിക്കുന്ന പുത്രനായ ക്രിസ്തു അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രനെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു. Jesus is the way to God, and Jesus is the way to know God, and Jesus is the way to understand God. അറിയുക എന്നതിന്റെ അർത്ഥം എന്താണ്? To know God personally is salvation. To know God increasingly is sanctification. To know Him perfectly is glorification. ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നത് രക്ഷയാണ്. ദൈവത്തെ കൂടുതലായിട്ട് അറിയുന്നത് വിശുദ്ധീകരണമാണ്. ദൈവത്തെ പൂർണ്ണമായി അറിയുന്നത് മഹത്വീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തെ പറ്റി നമുക്ക് എന്തറിയാം? ദൈവം ആരാണ്? ഐ തിങ്ക് വി ഡു നോട്ട് നോ നത്തിങ് അബൌട്ട് ഗോഡ്. നമുക്ക് ഒത്തിരി കാര്യങ്ങളും ദൈവത്തെ പറ്റി അറിഞ്ഞുകൂടാ. തന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ച്, തന്റെ മക്കൾ നഷ്ടപ്പെട്ട്, തന്റെ വീട് നഷ്ടപ്പെട്ട്, തന്റെ ഭാര്യ തള്ളിപ്പറഞ്ഞ്, തന്റെ ദേഹത്ത് മുഴുവൻ വ്രണങ്ങളായി ചൊറിയുമ്പോൾ ഏകദേശം സഹോദരന്മാരെല്ലാം വന്ന് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്കിതൊക്കെ സംഭവിച്ചെന്ന് ഇയ്യോബിനോട് പറയുമ്പോ ഇയ്യോബും കുറെ പരുവഴികളൊക്കെ പറഞ്ഞിട്ട് ഇയ്യോബിന്റെ പുസ്തകം അവസാനിക്കുന്ന ഒരു വാക്കുണ്ട്. ദൈവമേ, ഇയ്യോബ് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, നിന്നെ പറ്റി ഒരല്പം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ കടമൊഴിയായിട്ട് കാണുന്നു.
കർത്താവെ നിന്നെ പറ്റി കേട്ടിട്ടുള്ളൂ. സങ്കീർത്തനം 136 സങ്കീർത്തനക്കാരൻ ഇപ്പോഴും പറഞ്ഞു, ദൈവമേ നീ ആരാണ്? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ദൈവമേ നീ ആരാണ്? ജ്ഞാനത്തോട് ആകാശങ്ങളെ ഉണ്ടാക്കിയവനാണ്. ദൈവമേ നീ ആരാണ്? ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവനാണ്. ദൈവമേ നീ ആരാണ്? വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവനാണ്. ദൈവമേ നീ ആരാണ്? പകൽ വാഴുവാൻ സൂര്യനെയും, ദൈവമേ നീ ആരാണ്? രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിർമ്മിച്ചവൻ. ദൈവമേ നീ ആരാണ്? ഇസ്രായേലിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവൻ. ദൈവമേ നീ ആരാണ്? അവരുടെ ഇടയിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ചവൻ. ദൈവമേ നീ ആരാണ്? ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചവൻ. ദൈവമേ നീ ആരാണ്? ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്തവൻ. ദൈവമേ നീ ആരാണ്? സകല ജലത്തിനും ആഹാരം കൊടുക്കുന്നവൻ. ദൈവമേ നീ ആരാണ്? മരുഭൂമിയിൽ ഞങ്ങളെ നടത്തിയവൻ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഈ മഹാമാരിയുടെ കാലത്ത് ഞാൻ പറയട്ടെ, 96% ഇന്ത്യക്കാർ യേശുവിനെ അറിയാതെ കിടക്കുമ്പോൾ നിങ്ങളും ഞാൻ സമയത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. കോവിഡ് മാറും, വാക്സിനേഷൻ വന്നത് മാറും. എന്നാൽ ഞാൻ പറയട്ടെ, 96 കോടി ജനങ്ങൾ യേശുവിനെ അറിയാതെ പോകുമ്പോൾ, ദൈവത്തെ അറിയാതെ പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, അവരെ നരകത്തിന്റെ വാതിലേക്ക് തള്ളിയിടുവാനല്ല, സ്വർഗരാജ്യത്തിന്റെ വാതിലേക്ക് പോകുവാൻ ഒരു ലിങ്കെങ്കിലും അയച്ചു കൊടുത്ത് ഈ സുവിശേഷത്തിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം, നിത്യതയുടെ സ്നേഹം, പാപത്തിന് അപ്പുറം ഒരു ജീവനുണ്ടെന്നും, ഈ മരണത്തിനപ്പുറം ഒരു ജീവനുണ്ടെന്നും, ശാപത്തിനപ്പുറം ഒരു രക്ഷയുണ്ടെന്നും, ആത്മീയമായ രക്ഷയുണ്ടെന്നും പറഞ്ഞു കൊടുക്കാത്ത മരണങ്ങളൊക്കെ ശാപത്തിലേക്കുള്ള മരണങ്ങളാ. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾ നിന്നെ ഒന്ന് അറിയാൻ കൃപ ചെയ്യണമേ. Let that be our prayer today. Lord, help me to know you. ദൈവമേ നിന്നെ അറിയുവാൻ, നിന്റെ പുത്രനെ അറിയുവാൻ, നിന്റെ പരിശുദ്ധാത്മാവിനെ അറിയുവാൻ, നിന്റെ വചനത്തെ അറിയുവാൻ ശക്തി എടുക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന, നിന്റെ വിളിയെ ഞങ്ങൾ അറിയണം. That we might know God's calling. എഫേസ്യർ 1:18. എന്തോ വിളിയാണിത്? 1, ഇത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. 2, ഇത് വിശുദ്ധ വിളിയാണ്. 3, ഇത് വേർപാടിലേക്കുള്ള വിളിയാണ്. 4, വിശുദ്ധ നാടിലേക്കുള്ള വിളിയാണ്. 5, ഇത് വെളിച്ചത്തിലേക്കുള്ള വിളിയാണ്. 6, ഇത് കൃപയാലുള്ള വിളിയാണ്. 7, ഇത് പ്രത്യാശയിലേക്കുള്ള വിളിയാണ്. 7, 8 ഇത് ജീവനിലേക്കുള്ള വിളിയാണ്. ആ വിളി കേട്ടവരൊക്കെ പാടും എന്താ? രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ. കൂടെ ചേർന്ന് പാടിക്കോ? രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ, ഓ ദേഹം പുതുതാക്കിടാൻ. പ്രൈസ് ദി ലോർഡ്. വിളി കേട്ടവന്റെ പാട്ട് ഇതായിരിക്കണം. യോ എന്നെ കൊണ്ട് എവിടെ കൊണ്ട് കുഴിച്ചിടും? ഞാൻ എവിടെ കൊണ്ട് എന്നെ ദഹിപ്പിക്കും? ആരെനിക്ക് വേണ്ടി കല്ലറ കുഴിക്കും? അയൽവക്കക്കാര് സമ്മതിക്കുമോ? കല്ലറ തുറക്കാൻ സമ്മതിക്കുമോ? നാട്ടുകാരെല്ലാം എതിർക്കുമോ? ഇതൊന്നും ഭാരപ്പെടണ്ട. എന്റെ ദേഹം പുതുക്കാനായിട്ട് എന്റെ അരുമ മണവാളൻ വരുമെന്നുള്ള പ്രത്യാശയോടെ കണ്ണടയ്ക്കണം. രക്ഷിക്കപ്പെട്ടവനായി കണ്ണടയ്ക്കണം. ആത്മാവ് നിറഞ്ഞവനായിട്ട് കണ്ണടയ്ക്കണം. വചനം നിറഞ്ഞവനായിട്ട് കണ്ണടയ്ക്കണം. പ്രത്യാശയോടിതാ ഭക്തരം ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ എന്ന് പാടി കണ്ണടയ്ക്കും. എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടെന്ന്, എവിടെങ്കിലും കൊണ്ട് ദയിപ്പിക്കട്ടെന്ന് നാം ഭയപ്പെടേണ്ട. കർത്താവിന്റെ ഗംഭീരനാഥത്തിങ്കൽ, പ്രധാന ദൂതന്റെ ശബ്ദത്തിങ്കൽ നാം എഴുന്നേൽക്കും. നാം ഭാരപ്പെടേണ്ടത് ഞാൻ അവിടേക്ക് പോകുമോ എന്നുള്ള ഒരു ആത്മീയ സത്യം. എന്റെ വിളിയും ഉറപ്പാക്കിയിട്ട് മാത്രമേ മരിക്കാവൂ. 42 വർഷമായി വില്ലന്റ് ഇന്ത്യയിൽ ജീവിച്ചുള്ളൂ. വിളി ഉറപ്പാക്കിയിട്ടാണ് മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പ്രാർത്ഥന, that we might know God's riches. ദൈവത്തിന്റെ ധനം എന്താണെന്ന് അറിയണം. എന്താണ് ദൈവത്തിന്റെ ധനം? ദൈവത്തിന്റെ ധനം നാമാണ്. നാം ദൈവത്തിന്റെ ധനമാണ്. നാം ദൈവത്തിന്റെ പുകഴ്ചയാണ്. അവന്റെ മഹിമയ്ക്കായിട്ട് അദ്ദേഹം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ധനം എന്ന് പറയുന്നത് ദൂതന്മാരെ കാട്ടിൽ വലിയ പദവികൾ തന്ന് സ്വർഗരാജ്യത്തിൽ ഉന്നതത്തിൽ ദൈവം നമ്മളെ ഇരുത്തുമെന്നുള്ള ആ വലിയ ധനം മാത്രമല്ല, നമ്മളാരും മോശക്കാരൊന്നുമല്ല. അവന്റെ മഹിമാധനമായിട്ട് ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മളെ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ പറയത്തില്ല ഞാൻ ഒന്നുമില്ല, ഞാൻ കൃമിയ പൊടിയ. നല്ലതാ, ആ വിനയമൊക്കെ നല്ലതാ. പക്ഷെ ഒരു കാര്യം നാം ഓർത്തിരിക്കണം, നമ്മൾ ദൈവത്തിന്റെ മഹിമാധനമാണ്. കർത്താവെ, നിന്റെ മഹിമാധനമായി നിന്റെ ശക്തി അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ബൈബിളില് കോവിഡ് അല്ല, ഡേവിഡ് അല്ല, പ്ലേഗ് അല്ല, ഒന്നിനെയും ഭയപ്പെടേണ്ട അവകാശമില്ല. ദൈവം തമ്പുരാൻ നമ്മുടെ കൊണ്ട് മരിച്ചാൽ ഇവിടെ, മരിച്ചില്ലെങ്കിൽ അപ്പുറത്ത് പോകാത്തവനെ നീ ഭയപ്പെടണം.
അപ്പുറത്ത് പോകാൻ ഒരുങ്ങാത്തവൻ ഭയപ്പെട്ടേ പറ്റൂ. എന്നാൽ രക്ഷിക്കപ്പെട്ടവനും വിളി കേട്ടവനും ദൈവത്തിന്റെ മഹിമാതരവും അറിയുന്നവൻ അവൻ ഭയപ്പെടത്തില്ല. MJ തോമസ് അച്ഛൻ പറഞ്ഞു, ഞാൻ ഒരുങ്ങിയിരിക്കുക അങ്ങ് പോകാനാണ്. അച്ഛനിവിടെ ഇരിപ്പുണ്ട്. അതാണ് ഒരു ദൈവത്തിന്റെ വിളിയുടെ ഹല്ലേലൂയ, അവന്റെ ദൈവത്തെ പറ്റിയുള്ള നിത്യതയെപ്പറ്റി ഉറപ്പ്. ഈ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കോവിഡ് കാലത്ത്. നാലാമതായിട്ട്, വി മൈറ്റ് നോ ഗോഡ്സ് പവർ. നാം ദൈവത്തിന്റെ ശക്തി അറിയണം. എന്തിനാ അറിയേണ്ടത്? ഒന്ന്, നാം ബലഹീനരാകിയാൽ ദൈവത്തിന്റെ ശക്തി അറിയണം. രണ്ട്, നമുക്കൊരു ശത്രുവുണ്ട്, അതുകൊണ്ട് നമുക്ക് ശക്തി ആവശ്യമാണ്. മൂന്ന്, ഈ ശക്തി നമ്മെ ഒരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവശക്തി യേശുവിനെ ഉയർപ്പിച്ച ശക്തിയാണ്. ഈ ദൈവശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ കടന്നു വരുമ്പോ കർത്താവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആ ശക്തി ഉള്ളവരെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാൽ പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ ശക്തി. എന്നെ ഈ ശരീരം മാറി വിൺ ശരീരം ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക്, ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക്, ഈ താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, ഈ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, സന്താപത്തിൽ നിന്ന് കണ്ണുനീരില്ലാത്ത ആശ്വാസ ഭവനത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നാം ദൈവത്തിന്റെ ശക്തി അറിയണം. That should be our prayer. Lord, give me that power today in this lockdown and in this pandemic of COVID-19. ഈ പാൻഡമിക്കില് നിന്റെ ശക്തി കൊണ്ട് തന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. യേശുവിനെ ഉയർത്തിയ ശക്തി നമ്മളെയും ഒരിക്കൽ ഉയർപ്പിക്കും. ഒരമ്മച്ചി ഒരിക്കല് കപ്പൽ യാത്ര ചെയ്ത് പോകുമ്പോ, അമ്മച്ചി യാത്ര ചെയ്ത കപ്പല് മുങ്ങാൻ പോവാണെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. അമ്മച്ചിയുടെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും. അമ്മച്ചി കപ്പല് മുങ്ങാൻ പോവാന്ന്. അമ്മച്ചിയുടെ മുഖത്ത് കൂടെ സന്തോഷം. അമ്മച്ചി കപ്പല് മുങ്ങാൻ പോവാണെന്ന്. വളരെ സന്തോഷം അമ്മച്ചിയുടെ. ക്യാപ്റ്റൻ ചോദിച്ചു, വൈ യു ആർ സോ ഹാപ്പി? അമ്മച്ചി ആ ക്യാപ്റ്റന്റെ മുഖത്തോട് നോക്കി പറഞ്ഞു, ഞാൻ കപ്പൽ മുങ്ങി ഇവിടെ മരിച്ചാൽ ഞാൻ എന്റെ മൂത്ത മോന്റെ കൂടെ സ്വർഗത്തിൽ. എന്റെ മൂത്ത മോൻ മരിച്ചു പോയത്. അഥവാ എന്റെ കപ്പൽ മുങ്ങിയില്ലെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടിലെത്തി എന്റെ ഇളയമേന്റെ കൂടെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയുമില്ല. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അമ്മച്ചി പാടിക്കാണും കേട്ടോ, ഇംഗ്ലീഷിൽ പാടിക്കാണും, അല്ലെ അവർക്ക് അറിയാവുന്ന ഭാഷ പാടിക്കാണും. ഞാൻ മരിച്ചാൽ എന്റെ മൂത്ത മോന്റെ കൂടെ സ്വർഗത്തിൽ, ഞാൻ ജീവിച്ചാൽ എന്റെ ഇളയ മകന്റെ കൂടെ. അപ്പോസ്തലനായ പൗലോസിന്റെ ഈ 4 പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടിയായിരുന്നു. 4 വിശ്വാസ പ്രഖ്യാപനം. ഞാനത് വായിച്ച് എന്റെ ഭാഗം അവസാനിപ്പിക്കട്ടെ. 2 കൊരിന്ത്യർ 4 4 പ്രാർത്ഥനയും 4 പ്രഖ്യാപനം. എന്റെ ഭാഷയിൽ ഞാൻ പറയുന്നത് ദി ഫെയ്ത്ത് ഡിക്ലറേഷൻ ഓഫ് അപ്പോസ്റ്റൽ പോൾ, who experienced the power of God from above. ഉയരത്തിൽ നിന്നും ശക്തി പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസിന്റെ 4 വിശ്വാസ പ്രഖ്യാപനം. 2 കൊരിന്ത്യർ 4:7 മുതൽ 10 വരെ. 1, ഞങ്ങൾ സകല വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. നമ്പർ 2, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. നമ്പർ 3, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. 4, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇംഗ്ലീഷിൽ പറയട്ടെ, hard pressed on every side but not crushed, perplexed but not despair, persecuted but not abandoned, struck down but not destroyed. ഒരു പാട്ടുകാരൻ പണ്ടിപ്രകാരം എഴുതി, ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരം, പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, സ്വർഗീയ സന്തോഷമുണ്ട് ഇഹത്തിലേക്കാൾ ഇന്നലേക്കാൾ. സന്താപം തീർന്നിട്ട് അന്തമില്ല യുഗം കാന്തനുമായി വാഴുവാൻ, ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ എന്നിങ്ങെ വന്നിടും എന്റെ പ്രിയ കാന്ത. വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയ പാടാണ്. കോവിഡിന്റെ നാട് കൊല്ലുന്ന നാടാണെങ്കിൽ കർത്താവിന്റെ നാട് കൊല്ലാത്ത നാടാ. കോവിഡ് നിന്റെ ദേഹത്തെ കൊല്ലത്തുള്ളൂ, കോവിഡ് നിന്റെ ദേഹിയെയും ആത്മാവിനെയും കൊല്ലുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട, കോവിഡിനെ നീ പേടിക്കണ്ട. മരിച്ചാൽ ഇവിടെ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റാൽ അവിടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളുന്നവനെ ഭയപ്പെടാവൂ. വിശ്വാസി ദൈവത്തെ അറിയണം, നീ രക്ഷിക്കപ്പെടണം. വിശ്വാസി നിന്റെ വിളിയെ അറിയണം, വിശുദ്ധ വിളിയോടെ വിശുദ്ധിയോടെ ജീവിക്കണം. വിശ്വാസി
ദൈവത്തിന്റെ ധനം നീ അറിയണം. വിശ്വാസി, ദൈവത്തിന്റെ ശക്തി അറിഞ്ഞെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ അജ്ഞതയ്ക്കോ വാളിനോ നിന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിപ്പാൻ സാധ്യമല്ല. ആ വിശ്വാസമുള്ളവരെ കരങ്ങൾ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ കർത്താവിന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പഠിക്കാട്ടെ. അനന്തപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും സ്വർഗീയ സന്തോഷം ഇഹത്തിലുണ്ടിന്നലേക്കാൾ. സ്വർഗീയ സന്തോഷം ഇഹത്തിലുണ്ടിന്നലേക്കാൾ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഈ പ്രാർത്ഥനയോടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.